ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞങ്ങളാണെന്നുണ്ടെങ്കിലും വാവിച്ചിൻ്റെ വാവിച്ച് പ്രഗ്നൻ്റ് ആയി ഏകദേശം ഡെലിവറി ഡേറ്റ് അടുക്കുന്ന സമയത്തിൽ അവൻ ലാസ്റ്റ് ഫിലിമിന് പോയിട്ട് അതിനുശേഷം ഞങ്ങൾ ചിങ്കുടു ജനിച്ചതിന് ശേഷം എന്നുണ്ടെങ്കിൽ ഇത്രയും മാസമായിട്ട് ഞങ്ങൾ ഫിലിമിനും കാര്യങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. കാരണം ചിങ്കുടു എങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇതിൽ വാവിച്ചും പറഞ്ഞു പോകണ്ട, പിന്നെ ഒന്നത് കുട്ടികൾക്ക് സൗണ്ട് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാതെ ഇത്രയും കാലം ഇത്രയും മാസം ഇരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഒരു ഫിലിമിന് വേണ്ടി വന്നിരിക്കുന്നല്ലോ അപ്പോൾ ചിങ്കുടുവിന് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിങ്കുടുവിൻ്റെ റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നേരെ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയാട്ടെ. കാരണം ടൈം നോക്കിയിട്ട് വന്നു. കാരണം 2:30 ഷോപ്പ്, 2:30 കഴിഞ്ഞു. അപ്പോൾ ഫിലിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇനി കയറാൻ വേണ്ടി പോകണ്ട. ഇപ്പോൾ ചിങ്കുടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുട് ഉറക്കത്തിലാണല്ലോ. ഉറക്കത്തിൽ ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് തിയേറ്ററിനുള്ളിൽ കയറുമ്പോൾ ചിങ്കുട് എണീക്കും എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഫിലിം തുടങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ നിന്ന് അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി ഫസ്റ്റ് നമുക്ക് തിയേറ്ററിൽ കയറിയിട്ട് എന്താണ് ചിങ്കുട് എന്തായിരിക്കും ചിങ്കുടിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടാ. സെക്യൂരിറ്റി വന്നിട്ട് വണ്ടി ഇവിടെ നിന്ന് മാറ്റാൻ പറയും, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറില്ലാവേ. ഗൈസ്, ഇവിടെ വന്ന് വണ്ടി നിർത്തിയതും ചിങ്കുട് എണീച്ചുട്ടാ. പാവം പകുതി അരമപ്പിലാണ്, സൗണ്ടൊന്നും കിട്ടില്ല. വണ്ടി ഓഫ് ചെയ്തതും ആൾ എണീറ്റു. എന്താ ഫുള്ള് ഉറക്കം കഴിഞ്ഞിട്ടില്ല ആളുടെ. ചിങ്കുട് പാപ്പാ എന്താണ് ഒങ്ങിക്കളി. ഗൈസ്, ഫിലിം തുടങ്ങി, എല്ലാവരും ഉള്ളിൽ കയറി. ഫിലിം 10 മിനിറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഞങ്ങളതെപ്പോൾ കയറി, ആരുമില്ല ഇവിടെ, ഞങ്ങൾ മാത്രം. ഇതേട്ടാ 11 വന്നിട്ട് അതായത് കരച്ചിരുന്നു സുഖമായിട്ട്. സ്ക്രീൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട് ചാടി കളിക്കുന്ന ഒരാൾ കരച്ചിരുന്നില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഫിലിമിന് വരാലോ. പിന്നെ സൗണ്ട് പറയുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓവർ സൗണ്ടില്ല. നമ്മൾ സംസാരിക്കുന്നത് തന്നെ കുറച്ച് സൗണ്ട് കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ചിങ്കുടു ഏകദേശം ഇന്റർവെല്ലിൽ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞതിന് ശേഷം ആൾ ഫീഡ് ചെയ്ത് അങ്ങനെ ഉറങ്ങിയിട്ടാ. ഹലോ പിന്നെ ഫിലിം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി. ഞാൻ എടുത്തിട്ട് വന്ന് വണ്ടിയിൽ എത്തിയതും ആൾ കണ്ണു തുറന്നു കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ തെളിഞ്ഞല്ലോ. ഫോൺ കണ്ടിട്ട് പിടിക്കാൻ വേണ്ടി. ഗൈസ്, ഫിലിം അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഞങ്ങൾ ഒന്നാമത് ഇത്രയും മാസത്തിന് ശേഷമാണ് ഫിലിമിന് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടായത്. ഇത്രയും വലിയ സ്ക്രീനായിട്ട് കാണുമല്ലേ. അപ്പൊ ആള് നന്നായി എൻജോയ് ചെയ്ത് ചാടി പിടിക്കാൻ പോവാ. കുഴപ്പമില്ല. പിന്നെ കുറച്ചു നേരം നല്ല ഫിലിമുകൾക്ക് ഇങ്ങനെ ഇനിയിപ്പം മെല്ലെ പോവാലോ. കൊറേ ഇറങ്ങിയിട്ട് കൊറേ മിസ്സാക്കി. ഞങ്ങൾ ഫിലിമൊന്നും മിസ്സാക്കാത്ത ആൾക്കാരായിരുന്നു. പിന്നെ ഇപ്പൊ കൊറേ ആയിട്ടായതുകൊണ്ട് കണ്ടു. എന്നാലും കഴിഞ്ഞ ഇറങ്ങിട്ടാ. ചിങ്കുടെ കൂടെ എന്താണ് കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അമ്മൂമ്മയുണ്ട്, പിന്നെ അമ്മൂമ്മൻ്റെ ചേച്ചിയും ഉണ്ട്. പിന്നെ അതുപോലെ ഞങ്ങള് ചിങ്കുടൂനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ചൊരു, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഇതായാലും കൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇടയിൽ അത് ആവശ്യം വന്നു. അത് ഫുഡ് അതൊക്കെ കൊടുത്തപ്പോൾ ആളിങ്ങനെ മെല്ലെ ഇരുന്ന് അങ്ങനെ ലാസ്റ്റ് ഉറങ്ങി അല്ലേ. ചിങ്കുടു പാപ്പാ, ഗൈസ്, ഉറക്കത്തിന് എണിച്ചിട്ടില്ലേ. നേരെ എന്താണ് വണ്ടിന്റെ ഗ്ലാസ് കൂടെ പുറത്ത് നോക്കിയിട്ട് പറയുന്ന ആൾക്കാരെ കണ്ടത്. ഇനിയിപ്പോ യാത്ര ചെയ്യാ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അത് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയ ഇപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കണല്ലോ. അതേപോലെ ഫ്രണ്ടിക്ക് നോക്കുക, ചാടിക്കളിക്കുക. അതന്നെ. ഞങ്ങൾ ഒന്നാമത് ഫുള്ള് ട്രാവലിംഗ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ചിങ്കുടൂനും സെറ്റായില്ലേ.
ടാറ്റ ടാറ്റ എന്നൊക്കെ ഇങ്ങനെ പറയും ഗൈസ്. പറയാനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യേണ്ട ആള് അല്ലോ. വീടെത്തിയിട്ടാണ് ഇനി ഫുഡ്. വീട്ടിൽ ഓൾറെഡി അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അടിപൊളിയായിരുന്നു. അതെ.